യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഫിലിപ്പിയർ 4:4 നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഇന്ന് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് നമുക്ക്. നമ്മുടെ കൺവെൻഷനിലേക്ക് ഇന്ന് വചന സന്ദേശം നൽകാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ മെത്രാനായിരിക്കുന്ന മാർ ഐറേനിയസ് പിതാവാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിതാവിൻ്റെ അധരങ്ങളിലൂടെ വരുന്ന വചനം സ്വീകരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. പിതാവ് ഒത്തിരിയേറെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ ആ കടന്നുവരവ് നമുക്കൊത്തിരി അനുഗ്രഹമാണെന്ന് കരമടിച്ചു പിതാവിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ, സൗഖ്യദായകനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന സൗഖ്യദായകനായ യേശുവാകുന്നു എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. അവിടുത്തെ സ്പർശനം ഞങ്ങളിലേക്ക് പകർന്നു തരുവാൻ അവിടുന്ന് അയച്ചിരിക്കുന്ന ഈ സഹോദരനെ ഓർത്ത്, ടീമംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ ആർത്തിയുടെ സംസ്കാരം വളർന്നു വരുമ്പോൾ നല്ല ദൈവമേ, അവിടുത്തെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അയച്ചിരിക്കുന്ന ദൈവദാസനെ ഓർത്ത്, ഈ ശുശ്രൂഷകരെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സാത്താൻ ഒരുക്കുന്ന കെണികളെ തകർക്കാൻ അവിടുന്ന് സുവിശേഷവുമായി അയച്ചിരിക്കുന്ന ഈ ടീം അംഗങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കാണ് അത്ഭുതങ്ങളുള്ളത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അത്ഭുതകരമാണ്.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം. ഈ അത്ഭുതത്തിന് സാക്ഷിയാവാൻ ആദ്യം അവിടെ ഓടിയെത്തിയത് പാപത്തിൽ ജീവിച്ചിരുന്ന മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന യേശു അനുഭവത്തിലേക്ക് കടന്നു വന്ന മഗ്ദലേന മറിയമാണ്. തുറക്കപ്പെട്ട കല്ലറ കണ്ടിട്ട് അവൾ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി. ശിഷ്യന്മാർ 2 പേര് അവളോടൊപ്പം കബറിങ്കലെത്തിയ ചരിത്രമെല്ലാം നമുക്കറിയാം. അവർ ആ കബറിടം പരിശോധന നടത്തി. അപ്പോൾ അവർ കണ്ടതെന്താണ്? അവർ കണ്ടത് തലയ്ക്കലും കാൽക്കലും തുണി ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. അവർ മടങ്ങിപ്പോയി. എന്നാൽ മഗ്ദലേന കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. കുനിഞ്ഞ് കബറിടത്തിലേക്ക് നോക്കി. അപ്പോൾ അവൾ എന്ത് കണ്ടു? ദൈവദൂതന്മാരെ കണ്ടു. കാൽക്കലും തലയ്ക്കലും ദൈവദൂതന്മാരെ കണ്ടു. പുകയുണ്ടെങ്കിൽ എന്തുണ്ട്? തീയുണ്ട്. ദൈവദൂതന്മാരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവൾ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ തോട്ടക്കാരെന്ന് തോന്നിക്കത്തക്ക ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ പറുദീസ തോട്ടം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവിടുന്ന് തോട്ടക്കാരൻ തന്നെയാണ്. ആ തോട്ടമാണ് സഭ എന്ന് പറയുന്നത്. അവസാനം മറിയത്തെ പേര് ചൊല്ലി വിളിച്ചു. ഇന്നിവിടെ നാം കണ്ടത് ഈ വലിയ ആൾക്കൂട്ടത്തിൽ നിന്നും ചിലരെ അവിടുന്ന് പേര് ചൊല്ലി വിളിക്കുന്നത് നാം കണ്ടു. അവരുടെ വിശ്വാസം കണ്ട്, അവരുടെ സഹനം കണ്ട് അവരെ പേര് ചൊല്ലി വിളിച്ചു. എന്നിട്ട് അവരോട് അവിടുന്ന് പറയുന്ന കാര്യം, മറിയത്തോട് എന്താണ് പറഞ്ഞത്? മറിയത്തോട് യേശു പറഞ്ഞു, നീ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുക, എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകുക. നിനക്ക് ഉദ്ധാന അനുഭവം പൂർണ്ണമായി ലഭിക്കാൻ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. എന്താണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മ? ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. ഇതാണ് യേശു പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹിച്ച പൂന്തോട്ടം എന്ന് പറയുന്നത്. എല്ലാ ഫലമൂലാദികളും സമ്പന്നമായ ഈ സഭാ ശരീരമാണ്. ഈ സഭയിലൂടെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടേണ്ടതും ശുശ്രൂഷിക്കപ്പെടേണ്ടതും. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് സഭാ കൂട്ടായ്മയായി നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവിടെ കൂട്ടായ്മയുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ കൂദാശകളുണ്ട്. അപ്പോൾ ഈ ആത്മീയമായ വളർച്ച പോഷിപ്പിക്കപ്പെടുന്നത് സഭാത്മകമായ ശുശ്രൂഷയിലൂടെയാണ് എന്നുള്ള ആ ഒരു പാഠമാണ് നാം ഒന്നാമതായി ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ ബ്രദർ സാബു ആറുതൊട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്നുള്ളത് മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. അദ്ദേഹം ഇവിടെ വന്നോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലോകം മുഴുവനും സഞ്ചരിച്ച് ദൈവത്തിൻ്റെ കരുണ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം സഭയോട് ചേർന്നുകൊണ്ട് സഭാ ശുശ്രൂഷയായി ഏറ്റവും അധികം അനുഗ്രഹകരമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷിതനാണ്. ഇത് സഭാ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്നുള്ളത് പറയാനാണ് ഒന്നാമതായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി കാത്തുകിടക്കുന്ന അനേകരുണ്ട്. അവർ ഈ സൗഖ്യ കവാടത്തിൽ നിന്ന്
സൗഖ്യം പ്രാപിച്ച് മടങ്ങാൻ ഇടയായിത്തീരണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. 38 വർഷമായി തളർവാത രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ. യേശു അവിടെ വന്നപ്പോൾ ഇത് അറിഞ്ഞു. എന്നിട്ട് യേശു അവനോട് ചോദിച്ചു, സൗഖ്യമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ്റെ മറുപടി എന്താണ്? ഇവിടെ സാബു ചോദിച്ചൊരു കാര്യമുണ്ട്, നീ വിശ്വസിക്കുന്നുവോ എന്നുള്ള ചോദ്യമാണ്. ആ തളർവാത രോഗിയോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ്. അവൻ എന്ത് പറഞ്ഞു? എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഈ 38 വർഷമായി അവൻ ഈ സൗഖ്യ കവാടത്തിൽ കിടക്കുന്നു. എത്രയോ ആളുകൾ അതിനുശേഷം ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചു പോയി. അവർ നോക്കിയിരിക്കുന്നത് ഒരു മാലാഖയുടെ സാന്നിധ്യമാണ്. മാലാഖ ഇറങ്ങി വെള്ളം അനക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾ സൗഖ്യം പ്രാപിക്കും. അതിന് കാത്തുകിടക്കുന്ന സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. രോഗിയായി കിടക്കുന്നവരെ സുഖപ്പെടുത്താൻ വേണ്ടി എത്രയും വേഗം സൗഖ്യപ്പെടുത്തി മടക്കിക്കൊണ്ടുപോകാൻ വേണ്ടി കാത്തുകിടക്കുന്നവരുണ്ട്. അങ്ങനെ എത്രയോ സൗഖ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം സൗഖ്യം സാധ്യമല്ല എന്നൊരു ചിന്തയിലാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവൻ്റെ തളർവാത രോഗമല്ല, ഇന്ന് അവൻ്റെ പ്രശ്നം എനിക്കാരുമില്ല എന്നുള്ള ചിന്തയാണ്. എനിക്കാരുമില്ല എന്നുള്ള ചിന്തയാണ്. അവസാനം സൗഖ്യം പ്രാപിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ, നമുക്കറിയാം, വലിയൊരു അപകടത്തിൽപ്പെട്ടാണ് ഇങ്ങനെ ഇത്രമാത്രം ആ ശരീരം തകർക്കപ്പെട്ടത്. യാദൃച്ഛികമായി ഉണ്ടാകുന്ന അപകടങ്ങളല്ല. ഇതിൻ്റെ എല്ലാം പിൻപിൽ സുവിശേഷത്തെ മുൻനിർത്തിയുള്ള ദൈവീകമായ ഒരു പദ്ധതിയുണ്ട് എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണത്. ആ സഹനം പേറിക്കൊണ്ടുള്ള ആ ഒരു ജീവിതത്തിലൂടെ ധാരാളം ആത്മാക്കൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് ഈ ഒരു സൗഖ്യം നൽകുന്നത് അനേകരിൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം പകർന്നു കൊടുത്തുകൊണ്ടാണ്. ഞാൻ രോഗിയായിരിക്കുന്നത് ഒരു ശാപമല്ല, മറിച്ച് ഒരു കൃപയാണ് എന്നുള്ള ആ ഒരു അനുഭവം. ഒന്നാമതായി യേശുവിനെ മുഖാമുഖം കാണാനും യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാനും യേശു എൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് വെളിപ്പെടുത്താനും അവിടുത്തെ സ്പർശനം അനുഭവിച്ചറിയാനും ദൈവം ഒരുക്കുന്ന ഒരു കൃപയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ദൈവം തൊട്ട ശരീരമാണ് എൻ്റെ ശരീരമെന്ന് എനിക്കിന്ന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ കടന്നു വന്ന് പോകുന്ന വ്യക്തികളെല്ലാം സാക്ഷികളായി തീരുന്നത്. ചെവി കേൾക്കാൻ സാധിക്കുന്നവർക്ക് ചെവി കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്നെ പേര് ചൊല്ലി വിളിക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ തൊട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവമാണ് ഇന്നത്തെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ വേദന, ദൈവം എന്നെ മറന്നു, മനുഷ്യരും എന്നെ മറന്നു. പ്രായത്തിൽ വളരുമ്പോഴും നമ്മെക്കൊണ്ട് ഉപകാരമില്ല എന്ന് തോന്നുമ്പോഴും മനുഷ്യർ നമ്മെ വിട്ടുപോയി എന്ന് വരാം. 38 വർഷം, ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾ കാത്തുകിടന്നിട്ടുണ്ടാവാം ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ. ഇനിയും ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അവൻ ഈ കുളക്കടവിൽ തന്നെ കിടക്കട്ടെ എന്ന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രോഗമൊരു പ്രശ്നമല്ല, എനിക്കാരുമില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നവനെ അലട്ടുന്നത്. എങ്കിൽ നീ ഇന്ന് ഒരു മാലാഖ തേടിയാണ് ഈ 38 വർഷം കാത്തിരുന്നതെങ്കിൽ ഇന്ന് ദൈവദൂതനല്ല, ദൈവം തന്നെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലാണ്. അതാണ് യേശു നൽകുന്ന സന്ദേശം എന്ന്. നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്.
അവൻ ആന്തരികമായി അവൻ അനുഭവിക്കുന്ന അവർ മുറിവുകളും വേദനയുമാണ്. ഞാനിങ്ങനെ രോഗിയായി, എന്തുകൊണ്ട് ഞാൻ രോഗിയായി? അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന, ഇവനെ കൊണ്ട് കൊള്ളില്ല, കൈ ഉളുക്കിപ്പോകുന്നയാളാണ്, ഊരിപ്പോകുന്നയാളാണ്, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്തയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നിടത്ത് ഇന്ന് ദൈവം എന്താണ്? നമ്മെ പേര് ചൊല്ലി വിളിച്ച് സാക്ഷിയാക്കി മാറ്റുന്നു. ദൈവം എന്നെ സ്പർശിച്ചു എന്നുള്ള അവരടയാളം. നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അതുവരെ അവൻ കിടന്നിരുന്ന കിടക്കയും എടുത്ത് ആരെയും ആശ്രയിക്കാതെ നടന്നു നീങ്ങി. സൗഖ്യം പ്രാപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ തളർവാദ രോഗിക്ക് പറ്റിയ അബദ്ധമാണ്. അവൻ്റെ സൗഖ്യം സമ്പൂർണ്ണമാകാതിരുന്നത് അതുകൊണ്ടാണ്. ആരാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് അവൻ മനസ്സിലാക്കിയില്ല. അതാണ്. ആരാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് അവൻ മനസ്സിലാക്കിയില്ല. അവന് ചാടി എഴുന്നേൽക്കാൻ കഴിഞ്ഞു, കിടക്ക എടുക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്ക് കിടക്കയും എടുത്തുകൊണ്ട് അവൻ ഓടിപ്പോയി. എന്നാൽ യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് സാക്ഷിയാകാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ആ മനുഷ്യന് സാധിച്ചില്ല. അതുവരെയും അവൻ്റെ സൗഖ്യം സമ്പൂർണ്ണമാകുന്നില്ല. ഹല്ലേലൂയ. ഈ പന്തൽ കീഴിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ, സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ, ആരാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് ജീവിതത്തിൻ്റെ അവസാനം വരെയും ഉത്തരം നൽകി സാക്ഷികളാകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ തൊട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പള്ളിയിൽ വെച്ച് വീണ്ടും ദേവാലയത്തിൽ വെച്ച് യേശു അവനെ കണ്ടു. അവനെ യേശു കണ്ടിട്ടുണ്ട്, എന്നാൽ അവൻ യേശുവിനെ കണ്ടിട്ടില്ല. അതുവരെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു തിരിച്ചറിവിലേക്ക് നാം കടന്നു വരിക. യേശു എന്നെ സ്പർശിച്ചു, പക്ഷെ യേശുവാണ് സ്പർശിച്ചത് എന്ന് അറിയാൻ കഴിയാത്തിടത്തോളം ഞാൻ എൻ്റെ വിടുതൽ പൂർണ്ണമായി സ്വീകരിക്കാൻ സാധിക്കാതെ ഞാൻ ബന്ധനത്തിൽ തന്നെ കഴിയാനിടയായി തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ വെച്ച് യേശു അവനോട് പറഞ്ഞു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, എന്നെ തൊട്ടത്, എന്നെ സുഖപ്പെടുത്തിയത് യേശു ക്രിസ്തുവാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ മുതൽ അവൻ്റെ ജീവിതം വ്യത്യസ്തമായി. ശാരീരിക സൗഖ്യം കൊണ്ട് അവൻ സുവിശേഷകനായി തീർന്നില്ല. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ അവന് സാധിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക്, അനുഭവത്തിലേക്ക് കടന്നു വന്നതോടെ നാം വായിക്കുന്നു, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടെ ആരംഭിച്ചു. അവൻ്റെ യാത്ര വ്യത്യസ്തമായ ഒരു യാത്രയായി തീരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ സൗഖ്യവും മാനസികമായ സൗഖ്യവും ശാരീരികമായ സൗഖ്യവും അവിടെ ഒന്നിച്ചു. അതാണ് സമ്പൂർണമായ സൗഖ്യം. ശാരീരികമായ സൗഖ്യം പ്രാപിച്ചവർ അവര് ആത്മീയമായ ആ ഒരു സൗഖ്യത്തിലേക്ക്, മാനസികമായ സൗഖ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് സമ്പൂർണമായ സൗഖ്യം ലഭിക്കുക. ഈ സമ്പൂർണ്ണ സൗഖ്യമാണ് യേശു നമുക്ക് നൽകുന്നത് എന്നുള്ള ഒരു ബോധ്യം അപ്പോൾ മാത്രമാണ് നമുക്ക് സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കൺവെൻഷൻ്റെ ഒരു അനുഭവമായി നമുക്ക് ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഒരു യാത്ര, ഇത് ശാരീരിക സൗഖ്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് തന്നെ അത് വലിയൊരു അത്ഭുതമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്, നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ശാരീരിക സൗഖ്യം ലഭിച്ചവർ മാത്രമല്ല യേശുവിനാൽ സ്പർശിക്കപ്പെടുന്നത്, മറിച്ച് എനിക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നു, പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു, ചില പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കാനിടയായിത്തീരുന്നു, വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. അതൊക്കെ നമുക്ക് ലഭിക്കുന്ന ആത്മീകവും മാനസികവുമായ സൗഖ്യമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു സൗഖ്യം നമ്മുടെ സൗഖ്യത്തെ സമ്പൂർണ്ണമാക്കാൻ സഹായകമായി തീരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വിശുദ്ധ കുർബാന
കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ യേശുവിൻ്റെ സ്പർശനം സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നവരെല്ലാം യഥാർത്ഥത്തിൽ സുവിശേഷകരായി അയക്കപ്പെടുന്നവരാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഒരോളം അനേക ഓളങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഈ പന്തൽ കീഴിൽ നിന്നും ഈ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട്, ദൈവിക സ്പർശനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന പാതകളിൽ അനേകരെ സ്പർശിക്കാൻ ഇടയാകട്ടെ എന്നാഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വലതുകരമെന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് വേണ്ടി ഒത്തിരിയേറെ സ്നേഹത്തോടെ പിതാവ് നൽകിയ ശക്തമായ വചന സന്ദേശത്തിന് നന്ദി പറയാം. നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് പിതാവ് നമ്മളെ അനുഗ്രഹിക്കുകയായിരുന്നു. എല്ലാവരും പിതാവിൻ്റെ ആരോഗ്യത്തിനും പിതാവ് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ വലിയ വിജയമാകാൻ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ആയുസ്സും വലിയ ആത്മാവിൻ്റെ അഭിഷേകവും പിതാവിന് നൽകണമേ. പിതാവ് ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളെല്ലാം വലിയ വിജയമാവട്ടെ. പിതാവിൻ്റെ ദൗത്യങ്ങളുടനീളം കർത്താവെ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ശക്തിപ്പെടുത്തണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം പിതാവിൻ്റെ മേൽ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പരിശുദ്ധനായവൻ കൂടെയില്ലേ, കണ്ണീരുമായ്ക്കാൻ മാറോടു ചേർക്കാൻ പരിശുദ്ധനായവൻ കൂടെയില്ലേ, കഥനങ്ങൾ മാറ്റി സന്തോഷമേകും കർത്താവാം ദൈവം കൂടെയില്ലേ, കഥനങ്ങൾ മാറ്റി സന്തോഷമേകും കർത്താവാം ദൈവം കൂടെയില്ലേ. യേശയ്യ 57:18-19 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഞാൻ ഇടയാക്കും. ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 1 പത്രോസ് 2:24 അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും വേദനകളും ദുഃഖങ്ങളെല്ലാം യേശു കുരിശിൽ ഏറ്റെടുത്തു. യേശുവിന്റെ മുറിവിനോട് ചേർത്ത് നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ തകർച്ചകള്, ജീവിത ഭാരങ്ങളെല്ലാം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാം. 2 കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പിതാവേ നന്ദി, യേശുവേ ആരാധന. പിതാവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരമുയർത്തി നന്നായി സ്തുതിച്ചേ. ദിവ്യ കാരുണ്യനാഥ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ദിവ്യ കാരുണ്യമേ, ആരാധന ശക്തി ഒരുകട്ടെ. ജനം സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ രോഗികളെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ആരാധന, ആരാധന. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. കരമുയർത്തി അടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പേരെന്താ? സിസ്റ്റർ ബെറ്റ്സി ഫ്രാൻസിസ്. സിസ്റ്ററിന്റെ ഏത് ഷോൾഡറാ ഊരി പോകുന്നത്? വലത് ഷോൾഡർ. വലത് ഷോൾഡർ സിസ്റ്ററിന്റെ ഊരി പോകുന്നതാണ്. എത്ര വർഷമായിട്ട് ഈ ഷോൾഡർ ഊരി പോകും? ഒരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായി. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണോ? ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെയ്യണ്ട എന്നാണ് തീരുമാനം. തീരുമാനം അതാണ്. ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യേണ്ടതാണ് തീരുമാനം. എന്നാൽ ഈ ഷോൾഡർ ഓപ്പറേഷൻ വേണ്ട. ഇങ്ങോട്ട് നോക്കി തന്നെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരി പോകത്തില്ല. വട്ടം കറക്കിക്കേ, കറക്കിക്കോ ധൈര്യമായിട്ട്. ആ ഷോൾഡർ ഊരത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. തിരിച്ച് കറക്കിക്കേ, ശക്തമായിട്ട് വലിച്ചു കറക്കിക്കേ. നല്ല സ്പീഡില്ല, കറക്കട്ടെ. തിരിച്ച് കറക്കിക്കേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരത്തില്ല. ഇടിച്ചേ, ആഞ്ഞിടിച്ചേ, ഷോൾഡർ ഇളകട്ടെ. വലിച്ചിടിച്ചേ, ഷോൾഡർ അങ്ങോട്ട് ഇളകട്ടെ. കൈ പൊക്കിക്കേ മുകളിലോട്ട്. താത്തേ പൊക്കിക്കേ, താത്തേ വട്ടം കറക്കിക്കേ, ആഞ്ഞു കറക്കിക്കേ. ആ, കരമിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് ജീവിക്കുന്നു. അവൻ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ വചനം സ്തുതികരിക്കുന്നു. 2000 വർഷം മുൻപ് മാനവരാശിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ അടക്കപ്പെട്ടു. അവന്റെ ജീവിതം മണ്ണിൽ അവസാനിച്ചില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. അത്ഭുതങ്ങൾ നടക്കും, രോഗശാന്തികൾ നടക്കും, സാത്താന്റെ ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടും. കാരണം യേശു ദൈവമാണ്, അവൻ കർത്താവാണ്. കരമുയർത്തി അടിച്ചൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായോ? സന്തോഷമായി. ആ കൈ ഒന്നുകൂടെ കറക്കി കാണിക്കാവോ? ശക്തമായിട്ട്, സർവ്വബലത്തിലും തിരിച്ചു കറക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്ററിനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നില്ല. സന്തോഷമായോ? സന്തോഷമായി. 5 വർഷമായിട്ട് ഊരിപ്പോകുന്ന ഷോൾഡറാണ് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയത്. സിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോ? ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു ഈ ഷോൾഡർ ഊരത്തില്ലെന്ന്. ഊരത്തില്ല. യേശുവാണ് സിസ്റ്ററിന് സൗഖ്യം നൽകിയത്. ഈശോയ്ക്ക് നന്ദി. സന്തോഷമായി? സന്തോഷമായി. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു.